ഉലമാ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. കാരണം ഫാത്തിമ കക്കൂല. എന്റെ മകളായ ഫാത്തിമ തന്നെയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ ആ കൈ വെട്ടും എന്ന് റസൂല് പറഞ്ഞ വാക്ക് ഉമ്മത്തീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ചൊല്ലുമ്പോ നഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടേ ചൊല്ലാൻ പാടുള്ളൂ. കാരണം അത് നബി പറഞ്ഞതാണെന്നുള്ളതുകൊണ്ട് പറയാണ്. അല്ലാതെ ഫാത്തിമയും മോഷണവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു വാക്ക്, അങ്ങനത്തെ ഒരു ചിന്തിക്കാനേ പാടില്ലാതെ ഈ നീതിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ ഹദീസ് പറയാൻ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരാൾ കട്ടു മദീനത്ത്. അയാൾ കുറച്ച് പണവും സ്വാധീനമൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ആളുകളുടെ എന്നുള്ളൊരു നിലപാട് പണവും സ്വാധീനമുള്ളവരുടെ തെറ്റുകൾ മൂടി വെക്കും, പാവങ്ങളുടെ തെറ്റ് ശിക്ഷിക്കും. ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പലരും വന്നു. പല ആളുകളും പലയിടത്തും പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായ സെയ്ദ് വരെ പോയിട്ട്, അനസൊക്കെ പോയിട്ട് ശുപാർശ ചെയ്തു. അള്ളാഹുവിന്റെ റസൂലെ, വളരെ ദേഷ്യത്തോടെ പരിശുദ്ധ റസൂല് ചോദിച്ചു, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഇടപെടുകയോ? ഫാത്തിമ ബീവിയുടെ അടുക്ക പോയിട്ട് ഒരാളുകൾ പറഞ്ഞു, ഫാത്തിമയെ കൊണ്ടെന്ന് പറയിപ്പിക്കാൻ, ഈ കട്ട ആളെ രക്ഷപ്പെടുത്താൻ. ആ സമയത്താണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ തന്നെയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ ആ കൈ വെട്ടുക തന്നെ ചെയ്യുമെന്ന് നഊദു ബില്ലാഹ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്യുകയുണ്ടായി. സ്നേഹമാണ് നബിയോടുള്ള സ്നേഹം, നബിയോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം ഉത്കൃഷ്ടമായ സ്നേഹം. ഫാത്തിമ ബീവിയുടെ ജീവിതം പിന്നെയും പുഴ പോലെ ഒഴുകി, ശാലീനമായ പുഴ പോലെ, ശാന്തമായ പുഴ പോലെ. അങ്ങനെ ആ വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞു ജനിച്ചു, ഹസൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ റസൂലേറെ ഇഷ്ടപ്പെട്ടു. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുപാട് വൈകിയപ്പോ മഅ്മൂമീങ്ങളായ സഹാബികൾ പല സംശയങ്ങളുണ്ടായി. എന്താണ് ഇത്ര ദീർഘമായ സുജൂദ്? സുജൂദിൽ കിടക്കുമ്പോ വഹി വന്നോ? ജിബ്രീൽ വന്ന് വിളിച്ചുണർത്തിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം സുജൂദ് കഴിഞ്ഞപ്പോൾ മഅ്മൂമീങ്ങളായ സഹാബികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, സുജൂദിൽ കടന്നത് ദീർഘിച്ചു പോയതിന് സഹാബത്തെ എന്നോട് ക്ഷമിക്കണം. ഞാൻ സുജൂദിൽ കിടക്കുമ്പോ എന്റെ പെരടിയിൽ വന്നിട്ട് എന്റെ ചുമലിൽ ഹസൻ കയറിയിരുന്നു. എന്റെ മകൻ, ഫാത്തിമയുടെ മക്കളെ മകൻ എന്ന് വിളിച്ചു മുഹമ്മദ് മുസ്തഫ. ആൺമക്കൾ ചെറുപ്പത്തിലെ വഫാത്തായി പോയ നബിയുടെ ആൺമക്കളെ നൽകിയതും ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് എന്റെ മകനെ ചുമലിൽ നിന്ന് ഇറക്കാൻ ഞാൻ മടിച്ചു. അവൻ ഇറങ്ങുന്നവരെ ഞാൻ സുജൂദിൽ കിടന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹസൻ പിറന്നപ്പോ കുടുംബത്തിൽ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സന്തോഷിച്ചു. പിന്നെ ആ കുടുംബത്തിൽ ഹുസൈൻ പിറന്നു. കർബലയുടെ നായകൻ, നീതിയുടെ പടനായകൻ, പരിവർത്തനത്തിന്റെ പടപ്പാട്ടുകാരൻ, വിപ്ലവത്തിന്റെ തീപ്പന്തം പോലെ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഹുസൈനും ഹസനും കൂടി വളർന്ന് കുഞ്ഞുങ്ങളായിട്ട് റസൂലിന്റെ കൂടെ കളിച്ചു വളർന്നപ്പോ ഫാത്തിമ സന്തോഷിച്ചു. ആൺമക്കളില്ലാത്ത എന്റെ പിതാവിന് എന്റെ മക്കളെ കൊണ്ടൊരു സന്തോഷമാകട്ടെ, അതൊരു കൂട്ടാകട്ടെ. ഉമ്മ പോയി, കുടുംബത്തിൽ നിന്ന് പലരും പോയി, എല്ലാവരും പോയി ഏകാന്തത അനുഭവിക്കുന്ന നബിക്ക് തന്റെ മക്കള് സന്തോഷമാകട്ടെ എന്ന് ഫാത്തിമ ബീവി ആഗ്രഹിച്ചു. അതിനുശേഷം ഫത്ഹ് മക്ക, മക്കയിലേക്ക് വിജയിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ വീട്ടിൽ വന്നു ഫാത്തിമ ബീവിയെ കാണാൻ. ആ സമയത്ത് ചരിത്രത്തിൽ ആദ്യമായി ഫാത്തിമയുടെ കഴുത്തിൽ ഒരു സ്വർണമാല പിതാവ് കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി എങ്ങനെയോ കഷ്ടപ്പെട്ട് ഉള്ള എല്ലാ സാധനങ്ങളും കൂടി പെറുക്കി വിറ്റ് ഫാത്തിമ ബീവി ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച തൂക്കമില്ലാത്ത ഒരു കനം കുറഞ്ഞ സ്വർണമാല. അള്ളാഹുവിന്റെ റസൂല് മകളെ കാണാൻ വരുന്ന പതിവനുസരിച്ച് വന്നു. സ്വർണമാല ആദ്യമേ ആ കണ്ണിൽപ്പെട്ടു. കണ്ണിൽ പെട്ടപാടെ ഒരു ചോദ്യം ചോദിച്ചു, ഫാത്തിമ ഇതെന്താണ്? മറുപടിക്ക് വേണ്ടി ഫാത്തിമ ബീവി താമസിക്കേണ്ടി വന്നില്ല. വന്ന വഴിക്ക് റസൂലുള്ള തിരിച്ചുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ കയറാതെ തിരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി എന്നറിഞ്ഞപ്പോഴേക്ക് ഉടൻ തന്നെ മകൾക്ക് കാര്യം മനസ്സിലായി. ആ പിതാവിന്റെ സ്വഭാവം ഈ മകൾ പഠിച്ച പോലെ വേറെ ആര് പഠിച്ചു? മാല ഊരിക്കൊണ്ട് ഈത്തപ്പനയുടെ ഓല കൊണ്ടുവന്നിട്ട്, നമ്മളെ നാട്ടിലൊക്കെ കുട്ടികൾ തെങ്ങിന്റെ ഓല വെട്ടിയിട്ട് വാച്ചുണ്ടാക്കി കളിക്കാറുണ്ട് ചെറുപ്പത്തിൽ. ഈത്തപ്പനയുടെ ഉണങ്ങിയ ഓല ചുരുക്കി ഉണ്ടാക്കിയിട്ട് വള പോലെയാക്കിയിട്ട് അത്
ഇമാം ഹുസൈന്റെ കയ്യിലിട്ട് കൊടുത്തു. ഫാത്തിമ ബീവി എല്ലാം ഒഴിവാക്കി. കുഞ്ഞിന്റെ കയ്യിൽ ഒരു വള ഉണ്ടായിരുന്നു, ഒരു ഇരുമ്പിന്റെ വള. അതും വലിച്ചെറിഞ്ഞു. അത് വലിച്ചെറിഞ്ഞപ്പോ കുട്ടികൾക്ക് അറിയില്ല. ഇമാം ഹുസൈൻ ഭയങ്കരമായ കരച്ചിലായി. കയ്യിലുണ്ടായിരുന്ന വള ഊരി എറിഞ്ഞതോടുകൂടി ഭയങ്കര കരച്ചിലായി. ഫാത്തിമ പറഞ്ഞു, മോനെ, റസൂല് തിരിച്ചു പോയത് കണ്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ കയ്യിൽ കഴുത്തിലുള്ള ഈ മാലയും നിന്റെ കയ്യിലുള്ള ഈ വളയുമാണ് ലോകത്തിന്റെ അനുഗ്രഹമായ പിതാവിനെ നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയത്. മോനെ, ഊരിയെറിയലല്ലാതെ നിവൃത്തിയില്ല. അവസാനം കുട്ടിയുടെ കരച്ചിൽ നിൽക്കാൻ ഈത്തപ്പനയുടെ ഓല കൊണ്ടുവന്നത് കൊണ്ട് വളയുണ്ടാക്കിയിട്ട് കയ്യിലിട്ട് കൊടുത്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ. വേറെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നപ്പോ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു കർട്ടൻ, വാതിൽക്കൽ ഒരു വിരി. ഈ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ആ വിരി കണ്ടപാടെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടക്കാതെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് കവിയുടെ കൂടെ നമ്മൾ പറയാൻ നിർബന്ധിതരാണ്. ഖുസ്റവി അച്ചി ലഗീന സർവറി അച്ചി ലഗി. ധനം വേണ്ട, സമ്പത്ത് വേണ്ട, പ്രശസ്തി വേണ്ട, ആ ഔദാര്യങ്ങൾ ആവശ്യമില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമയുടെ തിരുമുഖത്തിന്റെ ഈ സൗന്ദര്യം മാത്രം ധാരാളമാണ്. അവിടത്തേക്ക് കൂട്ടുകൂടുന്നത് തന്നെ ധാരാളമാണ്. ഹിജ്റയുടെ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് റസൂല് വരികയാണ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ. സിദ്ദീഖിന്റെ ഒരു ചോദ്യം, അസ്സുഹബത്തു യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ കൂടാൻ ഒരു അനുമതി എനിക്കും തരുമോ റസൂലേ? അസ്സുഹബത്തു യാ റസൂലല്ലാഹ്, കൂടെ കൂടട്ടെ റസൂലേ. ഉടൻ തന്നെ മറുപടി വന്നു, അസ്സുഹബ. അത് മാത്രമാണ് റസൂൽ അബൂബക്കറിനോട് മറുപടി പറഞ്ഞത്, അതേ, സഹവാസം. അങ്ങനെയാണ് കൂടെ കയറി യാത്ര ചെയ്യാനുള്ള അനുമതി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബിയുടെ കയ്യിൽ നിന്ന് ആർജിച്ചെടുത്തത്. ഈ കഷ്ടപ്പാടുകളുടെയും വിഷമങ്ങളുടെയും മധ്യത്തിലൂടെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന ഫാത്തിമ, ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിന്റെ നിഴലാട്ടമായി മാറിയ ഫാത്തിമ, ഫാത്തിമ നിങ്ങൾ റൊട്ടിയുണ്ടാക്കി, നബിയാകട്ടെ നിങ്ങളോടൊപ്പം വിശന്നിരിക്കുകയും ചെയ്തു. ഒരു വേലക്കാരനില്ലാതെ വീട്ടിൽ ഫാത്തിമ നിങ്ങൾ ക്ഷമിച്ചു. ഹുസൈന്റെ മാതാവേ, ആദരം, അങ്ങയോടുള്ള ആദരം. ഫാത്തിമ, ഞങ്ങളും നിങ്ങളുടെ മക്കളെ പോലെ ഞങ്ങളെ പരിഗണിക്കുന്ന ഉയരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളുടെയും കഷ്ടപ്പെടുന്നവരുടെയും കൂടെ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കേദാരമായിട്ട് നിലകൊണ്ടു. ഒരിക്കൽ കുറെ മുഹാജിറുകളായ സഹാബികള് മദീനയുടെ ഒരു തെരുവിലിരുന്നു കൊണ്ട് തീയിന്റെ മുമ്പിൽ രാത്രി ഇരിക്കുകയായിരുന്നു. നല്ല തണുപ്പാണ്. തീ കൂട്ടിയിട്ട് തീ കായിക മാത്രമല്ല, അവർക്കന്ന് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഒരേ ഒരു പുതപ്പ് കൊണ്ട് അവർ ശരീരം മൂടിയിരിക്കുകയാണ്. കാരണം വേണ്ട പോലെ ശരീരം മറക്കാൻ വസ്ത്രമില്ല. പെട്ടെന്ന് അവർ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ മുമ്പിലതാ പുഞ്ചിരി തൂകിയിട്ട് പരിശുദ്ധ റസൂല് വന്നണയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തീ കൂട്ടി നിൽക്കുന്ന തന്റെ അനുയായികളായ സഹാബികളായ മുഹാജിറുകളെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സന്തോഷപ്പെട്ടു. അസ്സലാമു അലൈക്കും, സലാം ചൊല്ലി. റസൂലുള്ള വന്നിട്ട് അവരുടെ ഇളയിൽ ഒരാളായിട്ട് അവരുടെ കൂടെ ഇരുന്നു. അവർക്ക് സന്തോഷം നിർത്തിയാൽ നിർത്താത്ത സന്തോഷമായി. അവർ ചോദിച്ചു, റസൂലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുകയോ? നബി വന്നിരുന്നപ്പോ അവർക്ക് സന്തോഷമായി. മദീനയുടെ തെരുവുകൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ നടന്നു ആ മണ്ണില്. ലോകം മുഴുവൻ ഇന്ന് ഏതൊരു നബിയെ വാഴ്ത്തുന്നുവോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി ഒരു 10-15 പാവങ്ങളായ സഹാബികൾക്കൊപ്പം, തീ കൂട്ടിയിടുന്ന സഹാബികൾക്കൊപ്പം ഇരിക്കുന്ന മുഹൂർത്തം, അതും മദീനയിൽ അരങ്ങേറി. അതിനിടയിൽ അല്പം ഒരു അടുപ്പവും ബന്ധവും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് വർദ്ധിച്ചപ്പോ ഈ പാവങ്ങളായ സഹാബികൾ, ഹദീസിൽ പറയുന്നത്, ശരീരം മറക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ട് അവരൊക്കെ എണീക്കാൻ മടിച്ചു എന്നാണ്. എണീക്കാൻ മടിക്കാൻ വെച്ചാല് ചെറിയ ഒറ്റ ഡ്രസ് കൊണ്ട് മൂടി പൊതിച്ചിരിക്കണം. മഹാനായ ഒരു മുഹദ്ദിസ് പറഞ്ഞത് ഔറത്ത് മറഞ്ഞിട്ടുണ്ട്, അതിലപ്പുറം വേറെ മറക്കാൻ സ്ഥലമില്ല എന്നാണ്. മറക്കേണ്ട ഔറത്ത് മാത്രം മറഞ്ഞിട്ടുണ്ട്. നബിയുടെ മുമ്പിൽ ബാക്കിയുള്ള ശരീരഭാഗം പോലും പ്രകടിപ്പിക്കുന്ന ഒരു അന്തസ്സുകേടായിട്ട് കണ്ടു.
അതുകൊണ്ട് അവർ പുതപ്പിന്റെ അകത്ത് ചൂളിക്കൂടിയപ്പോ റസൂല് വന്നിട്ട് അവരുടെ അടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുപ്പവും ബന്ധവും വർദ്ധിച്ച സമയത്ത് അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിപ്പിടം കിട്ടുമോ? ഞങ്ങൾ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ഉടൻ തന്നെ ആ സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എന്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന് സ്വർഗത്തിൽ കടക്കുന്ന ധനികന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് 1/2 ദിവസം മുമ്പ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണമുള്ളവർ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് 1/2 ദിവസം മുമ്പ്. അപ്പോ ആഖിറത്തിലെ 1/2 ദിവസം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം 500 കൊല്ലമാണ്. കാരണം പരലോകത്തൊരു ദിവസം കണക്ക് കൂട്ടുന്നത് ഒരു ദിവസത്തിന് 1000 കൊല്ലമാണ് മുഅ്മിനീങ്ങൾക്ക്, മറ്റുള്ളവർക്ക് 50,000. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആന്റെ വ്യക്തമായ നിർണയം. നിങ്ങൾ എണ്ണുന്ന ഒരു ദിവസം ഇത്രയാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറയുന്ന ഖുർആന്റെ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ 1/2 ദിവസം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ 500 കൊല്ലമാണ്. ദുന്യാവിൽ 500 കൊല്ലം. ദുന്യാവില് പാവങ്ങൾ സ്വർഗത്ത് കടന്ന് 500 കൊല്ലം കഴിഞ്ഞിട്ടേ പാവങ്ങളല്ലാത്ത മറ്റുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മെഹറാജിന്റെ രാത്രി സ്വർഗത്തിലൂടെ കടന്നുപോയപ്പോ അവിടെ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും ഒരാളെ മാടി വിളിക്കുന്നത് കണ്ടു. ഞാൻ ആ ആളെ കാണാൻ ഉറ്റുനോക്കി. മദീനത്ത് റസൂൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് പറഞ്ഞു, എല്ലാ വാതിലൂടെയും എന്റെ സഹാബികളിൽപ്പെട്ട ഒരാളെ മലായികത്ത് മാടി വിളിക്കുന്നു, നോമ്പിന്റെ വാതിലൂടെ ഇങ്ങോട്ട് വരൂ. കാരണം എന്റെ ആ സഹാബി വലിയ നോമ്പുകാരനാണ്. നിസ്കാരത്തിന്റെ ഗേറ്റിങ് നിൽക്കുന്ന മലായികത്ത് ഇതിലൂടെ വരൂ, കാരണം എന്റെ ആ സഹാബി വലിയ നിസ്കാരക്കാരനാണ്. ഞാൻ നോക്കുമ്പോ ആളെ തിരിയാൻ വേണ്ടി, ആളെ അറിയാൻ വേണ്ടി നോക്കുമ്പോ അത് മറ്റാരും ആയിരുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്ന് നബി പറയുന്ന സദസ്സിലിരുന്നു കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നാണത്തോടെ തല താഴ്ത്തുന്നു. ഞാൻ മെഹറാജിന്റെ രാത്രി സ്വർഗത്തിൽ ജിബ്രീലിന്റെ അടുക്കലൂടെ സഞ്ചരിക്കുമ്പോ മനോഹരമായ ഒരു മുത്തിന്റെ കൊട്ടാരം, ഒരു പവിഴക്കൊട്ടാരം കണ്ടു. അത് വല്ലാത്ത ഇമ്പമുണ്ടാക്കി എന്റെ മനസ്സിൽ. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ഇതാർക്കുള്ളതാണ്? ജിബ്രീൽ പറഞ്ഞു, അത് അറബികൾക്കിടയിൽ ഒരു ചെറുപ്പക്കാരനുള്ളതാണ്, മഹാനായ ഉത്കൃഷ്ടനായ ഒരു യുവാവിനുള്ളതാണ്. ഞാൻ ഓർത്തു, അത് ഞാനല്ലാതെ മറ്റാരാണ്? അറബികൾക്കിടയിൽ ഉത്കൃഷ്ടൻ അല്ലാഹു എന്നെയല്ലയോ നിയോഗിച്ചത്? ഞാനങ്ങ് ആ പവിഴക്കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയപ്പോൾ ജിബ്രീൽ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണെന്ന് നബി പറയുന്നത് കേട്ടപ്പോ നബിയുടെ അടുത്തിരിക്കുന്ന ഉമറും നാണം കൊണ്ട് തലകുനിച്ചു, അല്ലാഹുവിനെ സ്തുതിച്ചു. ഇവര് പോയ സ്വർഗത്തിലേക്ക് പോകാൻ, അതിനുവേണ്ടി ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമാക്കാൻ, അതിനാണ് ഇത്രയും പരിപാടികളും ചിന്തകളും സംസാരങ്ങളും ദുആകളും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം പരിശുദ്ധ നബി പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ തെരഞ്ഞിട്ട് കണ്ടില്ല. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. സ്വർഗത്ത് കടക്കുന്നുള്ളത് ഉറപ്പാ. സ്വർഗത്ത് കടക്കുന്നുള്ളത് ഉറപ്പ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാ. തെരഞ്ഞിട്ട് കാണില്ല. ഞാൻ ഉറ്റുനോക്കി ഇബ്നു ഔഫ് എവിടെയെന്ന്. അപ്പോഴുണ്ട് കിതച്ചുകൊണ്ട് വിയർത്ത് കുളിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലേക്ക് വരുന്നു. എന്റെ ഏറ്റവും അടുത്ത സഹാബികളിൽ നിന്ന് അല്പം ലേറ്റായി വൈകിയെത്തിയത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്. ആ സദസ്സിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇരിക്കുന്നുണ്ട്. അന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് വീട്ടിൽ പോയിട്ട് ഉറക്കം വന്നില്ല, വിശ്രമമുണ്ടായില്ല. ആലോചിച്ച് വിഷമിച്ചു പോയി. അബൂബക്കറിന് പ്രത്യേക സ്ഥാനം, ഉമറിന് പവിഴക്കൊട്ടാരം. ഞാനാകട്ടെ സ്വർഗത്തിലെത്തുന്നത് അവരെക്കാൾ വൈകിട്ടാണ്. പിറ്റേന്ന് ചെന്നുകൊണ്ട് റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ഞാൻ എന്താണ് ഇത്ര വൈകാൻ കാരണം? സ്വർഗത്തിലെത്താൻ എന്റെ കാര്യത്തിൽ എന്തേ മാത്രം താമസം? ഞാൻ അങ്ങയുടെ അടുത്തുള്ളയാളല്ലയോ പരിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് മറുപടി പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അതിന് കാരണം നിങ്ങളുടെ പണമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഹാബികൾക്കിടയിൽ ധനികനായിരുന്നു, വലിയ ധർമ്മിഷ്ഠനായിരുന്നു. പക്ഷെ എന്നാലും ഇബ്നു ഔഫ്, നിങ്ങളുടെ പണമാണ് സ്വർഗത്തിൽ വേറെ വൈകിയെത്താൻ കാരണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിങ്ങി പൊട്ടിയിട്ട് പറഞ്ഞു, ആ പണം സമ്പത്തും മുഴുവൻ കൊണ്ടുവന്നിട്ട് നബിയെ നിങ്ങളുടെ കാൽക്കൽ വെക്കാം. അത് മുഴുവൻ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാം. എന്നിട്ട് എന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം യാ റസൂലല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സമാധാനിപ്പിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിവേകൊന്നും ചെയ്യണ്ട, മുതൽ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ ഇതാക്കണ്ട. വീട്ടിൽ പോയിട്ട് കുറേശ്ശെ അവനാനുള്ളത് മാത്രം എടുത്തു വെച്ച് ബാക്കി മുഴുവൻ ദാനധർമ്മം ചെയ്യും.
അങ്ങനെ ലേറ്റായിട്ട് വൈകിട്ട് സ്വർഗത്തിൽ കടക്കുന്ന അവസ്ഥയിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. വൈകി എത്തുക എന്ന് പറയുമ്പോൾ ലേറ്റായിട്ട് എത്താന്ന് നമ്മൾ വിചാരിക്കരുത്. അബൂബക്കർ സിദ്ദീഖ് ഉമറും ഒക്കെ എത്തിയിട്ട് അല്പം വൈകിന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതും നബി മെഹ്റാജിൽ കണ്ടപ്പോ, നബി മെഹ്റാജിൽ കണ്ടിട്ട് ഈ ഉപദേശം കൊടുത്ത ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം അവിടുന്നും അല്ലാഹു ഉയർത്തി കൊടുത്തിരിക്കണം എന്ന് ന്യായമായും വിചാരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ പോകുന്ന സമയം ഈ പിതാവും പുത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോ എത്ര വലിയ ഒരു കഠോരമായ ദിവസവും സന്ദർഭവുമായിരിക്കും അത്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് എന്നോടോ കൂടുതൽ ഇഷ്ടം അതോ ഫാത്തിമയോടോ? ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. അലി നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാണ്. പക്ഷെ മറുപടിയാകട്ടെ ചോദിച്ച ആളെ ബുദ്ധിമുട്ടിക്കുന്ന മറുപടിയുമായി പോയി. അലി, നിങ്ങളെക്കാൾ ഇഷ്ടം ഫാത്തിമയോട്, ഫാത്തിമയേക്കാൾ ഇഷ്ടം നിങ്ങളോടും എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം മറുപടി മൊഴിഞ്ഞു. എല്ലാ വസന്തവും അവസാനിക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ പരിശുദ്ധ റസൂൽ തലവെച്ച് കിടക്കുകയാണ്. ആയിഷയുടെ വീട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീവിയെ അറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫാത്തിമയെ വിളിപ്പിക്കുക. നമ്മുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങി. നമ്മെ ഈ മരണവും ജീവിതവും പഠിപ്പിക്കാൻ വന്ന പരിശുദ്ധ നബിയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുത്രിയുടെയും വഫാത്ത് ഓർത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. ഇന്നത്തെ ഈ രാത്രി നമ്മൾ മരണത്തെക്കുറിച്ച് ഓർച്ചുകൊണ്ട് തന്നെ വേണം പിരിഞ്ഞു പോകാൻ. മിൽക്കെ ബിഛുടേ ജോ ദിൻ, മിൽക്കെ ബിഛുടേ ജോ ദിൻ ലുട്ട് ഗയി സബ് ഖുശി. പിരിഞ്ഞു പോകുന്നതോടെ സന്തോഷം അവസാനിക്കുകയാണ്. അവിടെ ഒരു ഖബർ ഒരുങ്ങുന്നുണ്ട്, അവിടെ ഒരു മൺവിളക്ക് പടുതിരി കത്തുന്നുണ്ട്, അവിടെ ആരോ പുതുമണവാളൻ ചമയുന്നുണ്ട്. അത് മയ്യിത്താണ്, അത് പുതുമണവാളനല്ല. അത് ഈ വീട്ടിൽ പുതിയാപ്പിള പോകുമ്പോ അവിടെ പുതുമണവാളനാകുന്നത് ജനാസയാണ്. ഇത് കവിതയിൽ പറയുന്നതല്ല. ഒരു ദിവസം ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയപ്പോ ഇതുപോലെ ഒരു അനുഭവം ഈ വിനീതനുണ്ടായി. നിങ്ങൾക്കും ഉണ്ടായേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോ നമ്മളൊക്കെ മരണ വീട്ടിൽ പോകേണ്ടി വരും. അത് പ്രകാരം കല്യാണ വീട്ടിലും പോകേണ്ടി വരും. ഒരു സ്ഥലത്തൊരു കല്യാണ വീട്ടിൽ കടന്നിറങ്ങിയപ്പോ അടുത്ത വീട്ടിൽ തന്നെ മരണമാണ്. ഇവിടെ ഒരു പുതിയ ആപ്പിള ചമയുകയാണ്. വെള്ളക്കുപ്പായമണിഞ്ഞ യുവാവേ, അവിടെ വെള്ളത്തുണിയടിയുന്ന കഫൻ പുടയിലെ മനുഷ്യ സഹോദര, എങ്ങോട്ടാ പോണത്? അവസാനത്തെ യാത്രയോ? തിരിച്ചു വരുമോ? എന്നെയും കൊണ്ടുപോയി ഖബറടക്കുമ്പോ നീ ഒരു പിടി മണ്ണെറിയുമോ? തമാം ഉംർ ജോ കി സബ്നെ ബേറുഖി ഹംസേ. ജീവിതം മുഴുവനും ആളുകൾ എന്നോട് മുഖം തിരിച്ചപ്പോ ഹം കഫൻ മെരഹ്കർ ബേറുഖി ചൽ ഗയേ. ജീവിതത്തിൽ എല്ലാവരും എന്നോട് മുഖം തിരിച്ചു. മരിച്ചപ്പോ ഞാനും എന്റെ മുഖം ഒന്ന് മാറ്റിച്ചരിച്ച് കിടത്തി. എനിക്ക് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുഖം തന്നില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചപ്പോ എന്റെ മുഖവും ഒന്ന് മറിച്ചു വെച്ചു. അസീസ്, ഉറുദുവിൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൻ. അറബിയിലെ അർത്ഥം ശക്തൻ എന്നാണെങ്കിലും ഉറുദുവിൽ മറ്റൊരർത്ഥമാണ്. മെരേ അസീസ് തൂ ഭി ഖാക് മേ പഡ്കർ ചലേ ഗയേ. എന്റെ പ്രിയപ്പെട്ടവനെ, നീയും മണ്ണിൽ നടന്നു പോയല്ലോ. മരണമേ, അത്ഭുതങ്ങളുടെ കവാടം തുറക്കുന്ന മരണമേ, അവസാനിക്കാത്ത ലോകത്തേക്ക് പോകുന്ന മരണമേ, ഇവിടേക്കൊരു വരവങ്ങ് വന്നതാണ്. ഒരു കൊച്ചുനാള് ജീവിച്ചു പോകേണ്ടതാണ്. എണ്ണപ്പെട്ട ആയുസിന്റെ കാലഘട്ടമാണ്. നിനക്ക് 30 വയസ്സാണ്, നിനക്ക് 60 നിനക്ക് 63 നിനക്കൊരു 70 ഉണ്ടാകട്ടെ, നിനക്കൊരു 100 വരെ കടന്നോട്ടെ, നിനക്കൊരേറിയ 105 കടന്നോട്ടെ, നിനക്ക് 20 മതി, നിനക്ക് 15 മതി. ഓർക്കുന്നു, മരണത്തെ ഓർക്കുന്നു. മിൽക്കെ ബിഛുടേ ജോ ദിൽ, മിൽക്കെ ബിഛുടേ ജോ ദിൽ ഉൽ ഗയി ഹർ ഖുശി. എല്ലാ സന്തോഷവും പിരിഞ്ഞു പോവുകയാണ്. കം ഹസറാത്തിൻ ഫീ ബുതൂനിൽ മഖാബിർ. ഖബറുകളുടെ വയറ്റിൽ എന്തൊക്കെ മോഹങ്ങളാണ്. ഒരു കവി പാടുകയാണ്, ഖബറിന്റെ ആമാശയത്തിൽ എന്തൊക്കെ മോഹങ്ങളാണ്. പുതുമണവാളൻ ചമയാൻ കൊതിച്ച ചെറുപ്പക്കാരൻ കല്യാണത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി. അവന്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കാട്ടിലടക്കുമ്പോ ആണുങ്ങളെ ഓർക്കണം, നിങ്ങൾ ഖബറടക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, കല്യാണം കഴിക്കാനുള്ള അവന്റെ മോഹം
മോഹത്തിന്റെ മേലാണ് നിങ്ങളൊരു മൂടുകല്ല് വെച്ചത്, അതിന്റെ മേലേക്കാണ് നിങ്ങൾ എറിഞ്ഞത്. എല്ലാ സ്നേഹത്തിനും പകരം ഒരു പിടി മണ്ണ്, എല്ലാ കൂറിനും പകരം ഒരു പിടി മണ്ണ്. അല്ലാഹുവേ, ഇതിനേക്കാൾ വലിയ മറ്റെന്ത് യാഥാർത്ഥ്യം? നീ എത്ര വലിയവൻ, നീ എത്ര ശക്തൻ, എല്ലാവരെയും മരിപ്പിച്ചില്ലയോ? ഏതൊരു അനുഗ്രഹത്തിന്റെ പരിശുദ്ധ നബിയെക്കുറിച്ച് പറയാനാണോ ഈ സമ്മേളിച്ചത്? ആ നബിയെ അല്ലാഹു അങ്ങേയറ്റം ബഹുമാനിച്ചിട്ട് വിളിച്ചു റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ അനുഗ്രഹം. ആ നബിയെ പിന്നെ വിളിച്ചു ഹബീബ്, ആ നബിയെ വിളിച്ചു യാ അയ്യുഹൻ നബി. മൂസയെ വിളിച്ചു യാ മൂസ, നൂഹിനെ വിളിച്ചു യാ നൂഹ്, ഇബ്രാഹീമിനെ വിളിച്ചു യാ ഇബ്രാഹീം. എന്നിട്ട് ഈ നബിയെ വിളിക്കേണ്ട സമയം വന്നപ്പോ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന ആയത്ത് കാണാൻ സാധിക്കില്ല. പ്രത്യേക ബന്ധമുള്ള നബിയാണിത്, ഇത് ഇഷ്ടപ്രവാചകനാണ്. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബി എന്നാണ്. മൂസയെ വിളിക്കുമ്പോ മൂസ എന്ന് വിളിക്കാം, ഈസയെ ഈസ എന്ന് വിളിക്കാം. മറിയമിന്റെ മകനായ ഈസ എന്നാണ് അല്ലാഹു ഈസയെ വിളിച്ചത്. ഇവിടെ യാ അയ്യുഹൻ നബി, ഏ നബിയെ എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ച അല്ലാഹു തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഈ സദസ്സിൽ കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടുത്തി പോലെ ഏറ്റെടുത്തിട്ട് മടങ്ങണം. ഇന്നക മയ്യിത്തുൻ, മുഹമ്മദേ തീർച്ചയായും നീ മയ്യിത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞുകൊണ്ടല്ലാതെ എങ്ങനെ ഈ മദ്ഹ് അവസാനിപ്പിക്കും? അല്ലാഹുവേ, നീ തന്നെ ശക്തിമാൻ, നീ തന്നെ പ്രകാശം, നീ തന്നെ മരണമില്ലാത്തവൻ, നീ തന്നെ മരിപ്പിക്കുന്നവൻ. ഇന്നക മയ്യിത്തുൻ വ അൻതും മയ്യിത്തൂൻ, അവരൊക്കെ മയ്യിത്താണ്, തീർച്ചയായും മുഹമ്മദേ നീയും മയ്യിത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലമല്ലയോ കൊടുത്തുകൊള്ളൂ. ഈ വിനീതൻ പലപ്പോഴും പരിശുദ്ധ നബിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആലോചിക്കാറുണ്ട്. 63 കൊല്ലമാണ് ആകെ ആയുസ്. അതിൽ നുബുവത്തിന് മുമ്പുള്ളത് 40 വയസ്സാണ്, നുബുവത്തിന് ശേഷമുള്ളത് കിഴിച്ചാൽ 23 കൊല്ലമാണ്. ആകെ കൂടി കിട്ടിയത് 23 കൊല്ലമാണ്. 23 കൊല്ലം കൊണ്ട് നീതി ലോകത്ത് നിറക്കണം, 23 കൊല്ലം കൊണ്ട് പെണ്ണിനെ മോചിപ്പിക്കണം, 23 കൊല്ലം കൊണ്ട് കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുഞ്ഞിന് ജീവനേകണം, 23 കൊല്ലം കൊണ്ട് പെണ്ണിന് സ്വത്തവകാശം കൊടുക്കണം, 23 കൊല്ലം കൊണ്ട് ജോലി കഴിഞ്ഞു വരുമ്പോ വയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കാനുള്ള ഒരവസ്ഥ തൊഴിലാളികൾക്ക് മുമ്പിൽ സൃഷ്ടിക്കണം, 23 കൊല്ലം കൊണ്ട് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കണം, 23 കൊല്ലം കൊണ്ട് കറുത്തവനെയും വെളുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കണം, 23 കൊല്ലം കൊണ്ട് സ്വർഗം പഠിപ്പിക്കണം, നരകം പഠിപ്പിക്കണം, സിറാത്ത് പഠിപ്പിക്കണം, മീസാൻ പഠിപ്പിക്കണം, മഹ്ശറ പഠിപ്പിക്കണം, ഹൗദുൽ കൗസറിന്റെ മനോഹാരിത പഠിപ്പിക്കണം. 23 കൊല്ലം കൊണ്ട് രാഷ്ട്രീയ നീതി, 23 കൊല്ലം കൊണ്ട് എക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതി, 23 കൊല്ലം കൊണ്ട് പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, 23 കൊല്ലം കൊണ്ട് പേഴ്സണൽ ചാസ്റ്റിറ്റി, വ്യക്തിപരമായ വിശുദ്ധി, 23 കൊല്ലം കൊണ്ട് ഫാമിലി അഡ്മിനിസ്ട്രേഷൻ, കുടുംബത്തിന്റെ ഭരണം, 23 കൊല്ലം കൊണ്ട് നാഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണം, 23 കൊല്ലം കൊണ്ട് കൾച്ചറൽ റിനൈസാൻസ്, സാംസ്കാരിക നവോത്ഥാനം, 23 കൊല്ലം കൊണ്ട് സിവിലൈസേഷൻ, നാഗരികത, 23 കൊല്ലം കൊണ്ട് അതിനേക്കാളൊക്കെ അപ്പുറം ആകാശഭൂമികളെ പടച്ച റബ്ബിനെ പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നബി വന്നിട്ട് നുബുവ്വത്തിന് ശേഷം ആകെ കൊടുത്തത് വെറും 23 കൊല്ലം. ഈ വിനീതന്റെ എളിയ മനസ്സിൽ വെറുതെ തോന്നാറുണ്ട്, എന്തേ അള്ള ഏറെ കൊടുത്തില്ല? ഒരു സെക്കൻഡ് അവിടുന്ന് ഏറെ ജീവിച്ചിരുന്നുവെങ്കിൽ അത് ലോകത്ത് കോടാനുകോടിക്ക് 1000 ആണ്ടിന്റെ കോടിക്കണക്കിന് നന്മകളായി തീരുമായിരുന്നു. അതുകൊണ്ട് ദുന്യാവ് ഒരു ഇടത്താവളം മാത്രമാണ്. ഇന്നത്തെ ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ പിഴവെന്തെന്നറിയുമോ? സുഖജീവിതത്തിലെ ആറാട്ടമാണ്. ആടുന്നവരെ നിങ്ങൾ നിങ്ങളെ മറക്കുകയാണ്. ഏത് സന്തോഷത്തിലും വ്യക്തിത്വം മറക്കരുതേ, ഭൂമിയെ മറക്കരുതേ, നടക്കുന്ന ഭൂമിയെ പിളർത്തരുതേ, അഹങ്കാരം കൊണ്ടൊരു കുഴി കുഴിക്കരുതേ, വിനയം കൊണ്ട് ഇതിഹാസം തീർക്കണേ. നീ ആകാശത്തോളം ഉയരില്ല യുവാവേ, നിനക്ക് നീങ്ങാനും പോകാനുമുള്ളത് നാളെ അനന്തമായ മറ്റൊരു ലോകത്തേക്കാണ്, മരണത്തിന്റെ ലോകത്തേക്കാണ്. മിൽക്കെ ബിച്ഛടേ ജ്യോതിൻ, പിരിഞ്ഞു പോകുന്ന ഒരു ദിവസം, എല്ലാ സന്തോഷവും അസ്തമിച്ചു പോവുകയാണ്. വീട്ടിന്റെ ആ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ഭാര്യ ഉച്ചക്ക് ചോറുണ്ടാക്കുന്നുണ്ടോ, അവൾ കറി വെക്കുന്നുണ്ടോ, ആ കറിയുടെ തൂമണം വരുന്നുണ്ടോ, മക്കളും മുറ്റ
ുന്നുണ്ടോ? അടുത്ത അയൽവാസിയുടെ വീട്ടിൽ സന്തോഷം നടക്കുന്നുണ്ടോ? അവരറിയുന്നില്ല. അസ്രായീലിന്റെ മുറിയിലേക്ക് കടക്കുന്നുണ്ടല്ലോ. ആ ഊണ്, അവൾ വെക്കുന്ന ഊണ് പോലും കഴിക്കാൻ ഈ അസ്രായീൽ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. അസ്രായീൽ പരിശുദ്ധ മുഹമ്മദിന്റെ വീട്ടിലേക്കും വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കടന്ന അസ്രായീലിന് പിന്നെ ലോകത്തെ ഏത് വീട്ടിൽ പോകാൻ എന്ത് മടി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അസ്രായീൽ വിനയാന്വിതനായി, അസ്രായീൽ വളരെ അദബുകാരനായി, അസ്രായീൽ വളരെ മര്യാദക്കാരനായി. വേറെ എവിടെയും പോകുമ്പോഴുള്ള പോലെയല്ല. അദബ് സേ ചലോ और सर को झुका लो. റൗള എന്ന് പറയുന്നത് മലായികത്ത് വന്നിട്ട് കാലുമുത്തുന്ന സ്ഥലമാണ് പരിശുദ്ധ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അസ്രായീൽ ബഹുമാനത്തോടെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ് അങ്ങയുടെ റൂഹ് പിടിക്കുവാൻ. അത് പിടിച്ചുകൊള്ളട്ടെയോ? അനുവാദം ചോദിച്ചുകൊണ്ട് മുമ്പിലെത്തിയ നേരത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നിമിഷമാണ്. ഒടുക്കത്തെ പ്രസംഗത്തിലും അവിടുന്ന് പറഞ്ഞത് ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും എന്നാണ്. നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ നിങ്ങളുടെ സ്ത്രീകളോട് നന്നായിട്ട് പെരുമാറുന്നവരാണ്. ഒടുക്കത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പെണ്ണിന്റെ കാര്യം മറക്കാത്ത പരിശുദ്ധ നബിയെ മറക്കരുത് പെണ്ണുങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾക്കുള്ള ആദർശബോധത്തിന്റെ വഴികാട്ടി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോ വഫാത്തിനടുത്ത നിമിഷങ്ങളാണ്. ഫാത്തിമയെ ആളയച്ചു വരുത്തി. ആയിഷ ബീവി വിവരമറിയിച്ചു. വല്ലാത്ത ഒരു ബന്ധമല്ലയോ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ബന്ധമല്ലയോ. എല്ലാവരുടെയും ദുഃഖങ്ങൾ ഇറക്കി വെക്കാൻ അവർക്കൊരത്താണി കിട്ടിയേക്കാം. പക്ഷേ ഫാത്തിമ എവിടെ ഇറക്കി വെക്കും? ഫാത്തിമ ഇനി ആരോട് പറയും? ഫാത്തിമ എവിടെ പോയിട്ട് സങ്കടം തീർക്കും? ഫാത്തിമയെ പരിശുദ്ധ റസൂൽ അടുത്തേക്ക് മാടി വിളിച്ചു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, ഫാത്തിമത്തു ബിളഅത്തും മിന്നി. ഫാത്തിമ എന്റെ ശരീരത്തിന്റെ കഷ്ണമാണ്. ഫാത്തിമ സന്തോഷിക്കുമ്പോ അല്ലാഹു സന്തോഷിക്കുന്നു, ഫാത്തിമ കോപിക്കുമ്പോ അല്ലാഹു കോപിക്കുന്നു. ഫാത്തിമ ആരോടെങ്കിലും കോപിച്ചാൽ ഫാത്തിമയുടെ കോപം ഏറ്റുവാങ്ങിയവരോട് അല്ലാഹു കോപിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയുടെ മകനായ ഹുസൈനെ നോക്കിക്കൊണ്ട് റസൂൽ, എന്റെ ഹുസൈനെ അല്ലാഹു സ്നേഹിച്ചിരിക്കുന്നു. ഹുസൈനെ സ്നേഹിക്കുന്നവരോട് അല്ലാഹുവിന് മുഹബ്ബത്താണ്. എന്റെ ഹുസൈനെ വല്ലവരും വെറുക്കുന്നുവെങ്കിൽ അവരെ അല്ലാഹുവും വെറുക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ മിമ്പറിൽ റസൂൽ ഇന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, ഖുത്ബ നിർവഹിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ കാണുന്നു. ഹുസൈൻ ഒരു ചുവന്ന കുപ്പായമാണെന്ന് കുഞ്ഞുകുട്ടി ധരിച്ചിരിക്കുന്നത്. കുട്ടിയെ പിടിക്കാൻ വേണ്ടി റസൂല് പ്രസംഗത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുന്നു. മിമ്പറിന്റെ പടവുകളിലൂടെ കുട്ടിയെ പിടിക്കുന്നു. വീണ്ടും മിമ്പറിൽ കയറി പ്രസംഗിക്കുന്നു. വീണ്ടും കുഞ്ഞിന്റെ കളി കാണുന്നു. പിന്നെയും ഇറങ്ങി വരുന്നു. കുഞ്ഞിനെ കളിപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. 3-4 വട്ടം ഇങ്ങനെ ആവർത്തിച്ചപ്പോ ലോകത്തിന്റെ ഗുരുവേ, റഹ്മത്തുൽ ലിൽ ആലമീൻ, കുഞ്ഞുങ്ങൾക്കും ഗുരുനാഥനെ, സ്നേഹനിധിയായ ലോകത്തിന്റെ ഗുണകാംക്ഷിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു, എന്റെ സഹാബത്തെ എന്നോട് ക്ഷമിക്കണം, പ്രസംഗം ഇടക്ക് തടസ്സപ്പെട്ടതിൽ എന്നോട് ക്ഷമിക്കണം. ഫാത്തിമയോട് പ്രിയം വന്നപ്പോ ഫാത്തിമയുടെ മക്കളോട് പ്രിയം, ഫാത്തിമയോട് ബന്ധപ്പെട്ടതിനോടൊക്കെ പ്രിയം. ഈ പ്രിയം എവിടെ വെച്ച് തീർക്കാനാണ്? നാളെ ഹൗദുൽ കൗസറിലല്ലാതെ വേറെ എവിടെ വെച്ചിട്ട് ഈ പിതാവും മകളും സ്നേഹം തീർക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കുടുംബത്തിന് വേണ്ടി നാം സ്വലാത്ത് ചൊല്ലുമ്പോ അതിൽ ആദ്യത്തെ പങ്ക് ഇന്നും പറ്റുന്നത് ഫാത്തിമയാണെന്ന കാര്യം ഈ സദസ്സിലുള്ളവർ അറിയുന്നുണ്ടോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഓരോ അത്തഹിയ്യാത്തിലും അല്ലാഹുവേ മുഹമ്മദിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ, അവിടുത്തെ കുടുംബത്തിന്റെ മേലും ചൊല്ലണേ. ആ കുടുംബത്തിലെ ആദ്യത്തെ മെമ്പർ ഫാത്തിമത്തുസ് സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹാ. കോടാനുകോടി ഖിയാമത്ത് നാൾ വരെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് അത്തഹിയ്യാത്തിൽ ഇരുന്ന് വിരലൊന്ന് ചൂണ്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ നബി കുടുംബത്തിന് സലാത്ത് വർഷിക്കുകയാണ്. കോടാനുകോടി സലാത്തിന്റെ വിലയറിയാനാ ഒറ്റക്കാര്യം ഓർത്താ മതി. സലാത്തില്ലാതെ നിസ്കാരമില്ല. നബിയുടെ മേലുള്ള സലാത്തിന്റെ മഹിമയറിയണമെങ്കിൽ മയ്യിത്ത് നിസ്കാരം പഠിച്ചാൽ മതി എന്ന് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി. ഇത് മുഹമ്മദ് നബിയുടെ സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
മയ്യത്തിനെ കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി കിടത്തിയാൽ എന്തിനാണ് രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ കാതിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദിന്റെ പേരുച്ചരിച്ച് വന്നവനെ, പോകുമ്പോ ഈ പേര് കേട്ട് പോയിക്കോ മയ്യിത്തേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലിന്റെ സലാത്തിന്റെ മഹിമക്ക് ജനാസ നമസ്കാരം ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഫാത്തിമ വന്നിരിക്കുന്നു. വഫാത്താകാൻ പോവുകയാണ്. ഇനി അധികം നിമിഷമില്ല. ഇനി വസന്തം വിട പറയുകയാണ്. ഇനി ഈ ലോകത്ത് വിളക്ക് അധ്യാപനത്തിലൂടെ തത്വത്തിലൂടെ മാത്രം ഇനി റൗളയിൽ മറയുകയാണ്. അതുകൊണ്ട് മകളെ അടുത്തേക്ക് വിളിച്ചു ഫാത്തിമ. ഫാത്തിമ വിങ്ങിപ്പൊട്ടി. ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. ഫാത്തിമ വിങ്ങിപ്പൊട്ടിയപ്പോ ഫാത്തിമയുടെ ശരീരം തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാതിലേക്ക് സ്വകാര്യം പറയാൻ വേണ്ടി ചേർത്ത് പിടിച്ചു. വലത്തെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ആ സ്വകാര്യം കേട്ടപ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞു. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമയെ വീണ്ടും ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മഴക്കടയിലൂടെ വെയിൽ വന്ന പോലെ ഫാത്തിമ ചിരിച്ചു, മന്ദസ്മിതം തൂകി. ആളുകളൊപ്പം കൂടി ആയിഷ ബീവി അടക്കം എന്തേ പറഞ്ഞത്, എന്തായിരുന്നു ആ സ്വകാര്യം? കാലങ്ങൾക്ക് ശേഷം മാത്രമാണ്, കാലങ്ങളെന്ന് പറയാൻ അധിക കാലമില്ല, റസൂലിന്റെ വഫാത്തിന് ശേഷം വെറും 6 മാസമാണ് ഫാത്തിമ ഈ ലോകത്ത് ജീവിച്ചത്. ആ അരക്കൊല്ലത്തിനിടയിൽ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സ്വകാര്യം ഫാത്തിമ ലോകത്തോട് പറയുന്നത്. ഫാത്തിമ ബീവിക്ക് ലോകം ഇരുണ്ടുപോയി. ഫാത്തിമ ബീവിയുടെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു പോയി. മുഖം വല്ലാതെ വിഷമിച്ചു പോയി. എപ്പോഴും ദുഃഖമാണ്. ഫാത്തിമക്ക് ചിന്ത മാത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ചോദിച്ചു, മുഹമ്മദ് മുസ്തഫാന്റെ മേലേക്ക് നിങ്ങൾ മണ്ണെറിഞ്ഞുവോ അനസേ? ഫാത്തിമ ചോദിച്ചു റളിയല്ലാഹു തആല അൻഹ, മുഹമ്മദ് മുസ്തഫാന്റെ മേലേക്ക് നിങ്ങൾക്ക് മണ്ണെറിയാൻ എങ്ങനെ ധൈര്യം വന്നു അനസേ? നിങ്ങൾ സത്യത്തിൽ ഖബറടക്കിയോ? നിങ്ങൾക്കതിന് കഴിഞ്ഞോ അനസേ? ആ മേനിയിലേക്ക് മണ്ണെറിയാൻ നിന്റെ കയ്യിൽ നിനക്കെങ്ങനെ മണ്ണെടുക്കാൻ സാധിച്ചടാ അനസേ എന്ന് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. അങ്ങനെ വെറും 6 മാസം, ദുഃഖത്തിന്റെ 6 മാസം. 6 മാസം തികയുന്നതിന് മുമ്പൊരിക്കൽ അലിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, ഞാൻ നിര്യാണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്തൊട്ടും താമസിപ്പിക്കരുത്. എനിക്കെന്റെ പിതാവിലേക്ക് പെട്ടെന്ന് പോയി ചേരണം. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഖബറടക്കണം. ഒരു ദിവസം പെട്ടെന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മു സൽമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്പം വെള്ളം കരുതി വെക്കണം, ശുദ്ധിയുള്ള വസ്ത്രവും കരുതി വെക്കണം. ലോക ചരിത്രത്തിലെ അനുഗ്രഹീതമായ വഫാത്തെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി പോയിട്ട് നന്നായിട്ട് കുളിച്ചു. ആ വസ്ത്രമെടുത്ത് ഫാത്തിമ ബീവി അണിഞ്ഞു. വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി നേരെ പോയിട്ട് കടന്നു. ഖിബ്ലക്ക് മുഖം തിരിച്ചുകൊണ്ട് കടന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്നത് ഫാത്തിമ. ആ വാക്ക് പിഴക്കാത്ത വാക്ക്, അത് പുലരേണ്ട പ്രവചനം. അതുകൊണ്ട് ആദ്യത്തെ യാത്ര ചെയ്തുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ യാത്ര പോയി. ഇന്ന് റൗള ഷരീഫിന്റെ പച്ചക്കുപ്പയുടെ അടുത്ത് നിന്ന് അല്പം അങ്ങ് നടന്നു പോയാൽ അവിടെ ബഖീഅ് എന്ന ഖബർസ്ഥാനുണ്ട്. അത് മുഴുവൻ നബിയുടെ കുടുംബത്തിന്റെ ഖബറിടങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പത്നിമാരും സഹാബികളുമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ധാരാളം മഹത്തുക്കൾ അടങ്ങിയതാണ് ബഖീഅ്. ബഖീയിൽ പോകുമ്പോ അവിടുത്തെ മണ്ണ് കാലിന്മേൽ പറ്റുമ്പോ പേടിച്ചു പോകും, വിഷമിച്ചു പോകും. ആരൊക്കെയാണ് കിടക്കുന്നത് അവിടെ? ഇപ്പോഴും ബഖീഇന്റെ അടുത്തേക്ക് കടന്നാൽ, അകത്തേക്ക് പോയാൽ, മുന്നോട്ട് നടന്നു പോകുമ്പോ ഏകദേശം ഇടത് ഭാഗത്തായിട്ട് വേറിട്ട് കിടക്കുന്ന ഒരു ഖബറുണ്ട്. സ്നേഹത്തിന്റെ കുടീരമേ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏറ്റവും വലിയ മണ്ണിന്റെ പവിത്രതയാർന്ന സ്ഥാനം. സുബ്ബത്ത് അലയ്യ മസായിബുൻ ലൗ അന്നഹാ
സുബ്ബത്ത് അലൽ അയ്യാമി സുർന ലയാലിയാ. നബിയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ചൊല്ലി, എന്റെ മേൽ ആപത്ത് വന്ന് പിടികൂടിയിരിക്കുന്നു. ഈ ആപത്തെങ്ങാനും വല്ല പകലിന്റെ മേലും വീണാൽ ആ പകല് പോലും രാത്രിയായി പോകും. അത്ര വലിയ ആപത്തെന്നെ ബാധിച്ചുവെന്ന് പരിശുദ്ധ നബിയുടെ വഫാത്തിനെ കുറിച്ച് ചൊല്ലിയ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ, ആ ഫാത്തിമത്തു സഹ്റ ബത്തൂലിന്റെ മാതൃക പിൻപറ്റാൻ, അതിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. സിക്റ സല്ലി അലാകി ഹെ മഹഫിൽ സജി. ഈ സദസ്സ് സലാത്തിന്റെ സദസ്സായിട്ട് സംഘടിപ്പിച്ചതാണ്. ആശിഖാനേ മുഹമ്മദ് ഹേ ആയേ ഹുവേ. ഇത് മുഹമ്മദിനെ സ്നേഹിക്കുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതോ ഒരു ഇളങ്കാറ്റ് വീശുന്നുണ്ട്, മനോഹരമായി തഴുകാനൊരു കാറ്റിപ്പ വരുന്നുണ്ട്. ഇത് അറബിക്കടലാണ്. നേരെ അങ്ങ് മുറിച്ച് കടന്നാൽ നേരെ ഹിജാസിലേക്കാണ്, നേരെ മക്കയാണ്, അതിന് മുമ്പ് മദീനയാണ്. അവിടെ പച്ചക്കുബയിൽ നിന്ന് തലോടി വരുന്ന കാറ്റ് പോലെ ഇന്നിൽ തയാറി ഹസ്സബ യൗമന്നിലാ അർളിൽ ഹറം. ഇളങ്കാറ്റെ ഹറമിന്റെ മണ്ണിൽ നീ എപ്പോഴെങ്കിലും എത്തിയാൽ ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. പരിശുദ്ധ നബിയുടെ റൗളയിൽ എൻ്റെ സലാമെത്തിക്കണേ ഇളങ്കാറ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രിക്കുള്ള സ്മാരകമാണ് ഈ സലാത്ത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഖബറിങ്കൽ വെച്ച് വല്ലവനും എനിക്ക് സലാത്തോ സലാമോ ചൊല്ലിയാൽ ഞാൻ അവിടെ വെച്ചത് മടക്കും. ദൂരെന്ന് വല്ലവരും ചൊല്ലിയാൽ അതെനിക്ക് എത്തി നൽകാനുള്ള സഞ്ചരിക്കുന്ന മലായിക്കത്തിന് അല്ലാഹു ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരത് ചൊല്ലുന്ന അതേ സമയത്ത് അവരത് റൗളയിൽ എനിക്ക് എത്തിക്കും. അവരുടെ മാതാപിതാക്കളുടെ പേര് പോലും മലായിക്കത്തന്നെ അറിയിക്കുമെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 റൗള ശരീഫിലേക്കുള്ള ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ സലാത്തിന്റെ വിഭവങ്ങളുടെ പെട്ടികൾ പ്രവഹിക്കുന്ന ഈ രാത്രി അല്ലാഹു അത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എല്ലാവരും വിളിച്ചു പറയുന്ന നേരത്ത് അമ്പിയാക്കൾ പോലും എന്ന് പറയും, മുസ്തഫ ചാഹിയേ, മുസ്തഫ ചാഹിയേ, മുസ്തഫാനെ കൊണ്ടുവരൂ, മുസ്തഫാനെ കൊണ്ടുവരൂ. ആദമിനും പോരാ, ആദമിനും കഴിവില്ല, മൂസക്കും ഈസക്കും ഇബ്രാഹീമിനും കഴിവില്ല. മുസ്തഫ ചാഹിയേ, മുസ്തഫ ചാഹിയേ, മുസ്തഫാനെ തന്നെ കൊണ്ടുവരൂ, മുസ്തഫാനെ കൊണ്ടുവരൂ. ഇത് നമ്മെ അറിയിക്കുന്നതും സഹീഹായ ഹദീസിൽ പരിശുദ്ധ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദൻ നബി പറയും, ഞാൻ ആ വിലക്കപ്പെട്ട കനി തിന്നിട്ട് വിഷമത്തിലാണ്, അള്ളാഹിനോട് ശുപാർശ ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറയും, എനിക്കും വിഷമമാണ്. മൂസാ നബി പറയും, ഞാനൊരാളെ കൊല ചെയ്തിട്ട് അതിൻ്റെ വിഷമം അനുഭവിക്കുകയാണ്, എനിക്കും അതിന് നിവൃത്തിയില്ല. ഈസാ നബിയും കാരണം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ കാരണം പറയാതെ ഒഴിയുന്നത് ഈസാ നബിയാണ്. ഇബ്രാഹിം നബി പറയും, ഞാൻ 3 അബദ്ധങ്ങൾ എൻ്റെ വന്ന കാരണത്താൽ എനിക്ക് അള്ളാഹിന്റെ മുമ്പിൽ ചെല്ലാൻ നിവൃത്തിയില്ല. അവസാനം അവർ പറയും, മുസ്തഫ ചാഹിയേ, മുസ്തഫ ചാഹിയേ, മുസ്തഫാനെ കൊണ്ടുവരൂ, മുസ്തഫാനെ കൊണ്ടുവരൂ എന്ന് അവർ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഞാൻ അല്ലാഹുവിൻ്റെ അർശിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമെന്ന് മുസ്തഫ മുഹമ്മദ്, മുസ്തഫ മുഹമ്മദ്. അങ്ങനെ ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹു എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയും, ഇർഫഅ റഅസക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദേ, ഇനി ശിരസ് ഉയർത്തിയാലും മുഹമ്മദേ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. യേ ജഹാൻ ഫിദാ തെരെ നാം പർ, ഈ ലോകം അങ്ങേക്ക് ദണ്ഡമാണ്. തെരെ നാം പർ ഹോ ദറൂദ് ഭി, നിങ്ങളുടെ പേരിന്മേലാണ് സലാത്ത്. തെരെ നാം പർ ഹോ സലാം ഭി, സലാമും അങ്ങയുടെ പേരിലാണ്. തുഹെ മേര മാഹെ തമാം ഭി,
നബിയെ എന്റെ പൂർണ്ണ ചന്ദ്രനും അങ്ങാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹേ ലുട്ടി ലുട്ടി മേരി സുബ്ഹ ഹേ ബുജി ബുജി മേരെ ശാം ബി യാ മുഹമ്മദ് നൂറെ മുജസ്സം യാ മുഹമ്മദ് നൂറെ മുജസ്സം. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹമ്മദ് നൂറെ മുജസ്സം 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 യാ മുഹമ്മദ് നൂറെ മുജസ്സം. ആങ്കോം തെരീ ബാബേ ഹറം, അങ്ങയുടെ കണ്ണ് ഹറമിലേക്ക് തുറക്കുന്ന വാതിലല്ലയോ നബിയേ. അങ്ങയുടെ കണ്ണ് ദൃശ്യമായതിൻ്റെയും അദൃശ്യമായതിൻ്റെയും ഇടക്കുള്ള കവാടമല്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളക്കരയിൽ ഇതുപോലെ ഒരു ഇതിഹാസം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിത്, അല്ല ചെയ്ത നിഅമത്തിനെ എടുത്തു പറഞ്ഞോ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു പറയുന്നത് അഹങ്കാരമല്ലെന്ന് അല്ല കൽപ്പിച്ചത് കൊണ്ട് ഈ വിനീതൻ പറയുകയാണ്. ഇത് മലയാളക്കരയിൽ പുതിയ ഒരു ഇതിഹാസമാണ്. ഇത് മലയാളക്കരയിൽ ലോകത്തിലും തന്നെ ഇതിഹാസമാണ്. പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹിന്റെ ഈ പാരാവാരം ഇതിഹാസമാണ്. ഇത് അവസാനിക്കാത്ത സുഗന്ധമാണ്. ഇത് ഒഴുക്കവും ഇടപറയാത്ത സുഗന്ധമാണ്. ഖുശ്ബൂ തെരീ ജൂവേ ഹറം, നിങ്ങളുടെ സുഗന്ധം ഹറമിന്റെ തൂമണം പോലെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആങ്കോം തെരീ ബാബേ ഹറം, നിങ്ങളുടെ കണ്ണുകൾ ഹറമിലേക്ക് തുറക്കുന്ന വാതില് പോലെ. ഖുശ്ബൂ തെരീ ജൂവേ ഹറം ഇൽഹാം ഹേ ജാമാ തെരാ, നിങ്ങൾ അണിയുന്ന വസ്ത്രം അല്ലാഹുവിന്റെ വഹിയാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഹേ തെരാ, നിങ്ങൾ തലയിൽ കെട്ടുന്ന തലേക്കെട്ട് ഖുർആനാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തെരാ, നിങ്ങളുടെ തലേക്കെട്ട് ഖുർആനാണ് നബിയേ. നിങ്ങളുടെ സുഗന്ധം ഹറമിന്റെ സുഗന്ധമാണ് നബിയേ. തൂ അമീറെ ഹറം, നിങ്ങൾ ധനികരിൽ സുൽത്താനാണ് നബിയേ. മേ ഫക്കീറെ അജം, ഞാൻ അനറബിയായ ഒരു ഫക്കീറാണ് നബിയേ. മേ ഫക്കീറെ അജം, ഞാൻ അർജമികൾക്കിടയിലെ ഒരു ഫക്കീറാണ് നബിയേ. ഖുശ്ബൂ തെരീ ജൂവേ ഹറം, ആങ്കോം തെരീ ബാബേ ഹറം, ആഫാഖ് തേരാ സാമഈൻ. ഒരു സദസ്സിന്റെ മുമ്പിൽ ഈ വിനീതൻ നിൽക്കുമ്പോ മദ്ഹിന്റെ പൂക്കൾ റൗലയിലേക്ക് അയക്കുമ്പോ യാ റസൂലല്ലാഹ് नहीं तमते किसी तरह ये आंसू या रसूल अल्लाह. ഈ ഒഴുകുന്ന കണ്ണുനീര് വറ്റാത്ത കണ്ണുനീരാണ് നബിയേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ലോകത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തവാളാണ് നബിയേ. ആഫാഖ് തേരാ സാമഈൻ ജിബ്രീൽ സായി സേ അമീൻ. അങ്ങ് പ്രസംഗിക്കാൻ പ്രപഞ്ചത്തിന്റെ പീഠത്തിൽ കയറി നിന്നാൽ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടെ ഒരു ഖാദിമുണ്ട്. അത് റൂഹുൽ അമീനായ മലക്ക് ജിബ്രീലാണ് നബിയേ അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾക്ക് ഈ മഹത്വത്തിന്റെ മുമ്പിൽ എന്ത് സ്ഥാനം ജിബ്രീലേ? ഈ ഉന്നതമായ മഹത്വത്തിന്റെ മുമ്പിൽ നിങ്ങൾ പോലും നിസ്സാരക്കാരൻ ജിബ്രീലേ. കടന്നു പോകുന്ന സമയത്ത് സിദ്റത്തുൽ മുൻതഹയിൽ അങ്ങെത്തിയില്ലയോ നബിയേ? അവിടെ എത്തിയപ്പോ ജിബ്രീൽ യാത്ര ചോദിച്ചില്ലയോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ജിബ്രീലേ, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് അവിടുന്ന് അരുളിയില്ലയോ നബിയേ? ഇനി ഇവിടെ അങ്ങോട്ടൊരു ഇഞ്ച് ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുകയാണ് നബിയേ, ഞങ്ങൾ പറഞ്ഞു പോവുകയാണ് നബിയേ. ജിബ്രീലിന്റെ ചിറകുകളുടെ ഉയർച്ച എവിടെയാണോ ഉയരങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നത്, അവിടെയാണ് എന്റെ നബിയുടെ ചെരുപ്പിന്റെ ഉയർച്ച തുടങ്ങുന്നത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന്റെ ഉയർന്നു പോയ ചിറകുകൾ ഏത് ഉന്നതമായ സിദ്റത്തുൽ മുൻതഹയുടെ ഉയർന്ന് അവസാനിക്കുന്നുവോ അവിടെ മുഹമ്മദിന്റെ ചെരുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉയർച്ച ആരംഭിക്കുന്നേ ഉള്ളൂ, അവിടെ അവസാനിക്കുകയല്ല തുടങ്ങുന്നേ ഉള്ളൂ.
ഉള്ളൂ. മേരേ ഘർ ഖാക്ക് പർ, അതുകൊണ്ട് എന്റെ ഈ മൺകുടിലിലൂടെ തെരീ രഹ് ഗുസർ, ഒന്ന് കടന്നു പോകുമോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരത്തിലൂടെ, എന്റെ ഈ കൊച്ചു ജീവിതത്തിലൂടെ ഇസ്സത്തുണ്ടെങ്കിൽ അത് മുസ്തഫയാണ്, സ്ഥാനമുണ്ടെങ്കിൽ മുസ്തഫയാണ്. ഈ വിനീതൻ നെഞ്ചു തുറന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇവന്റെ ജീവിതത്തിൽ അല്ലാഹു വല്ല നിഅമത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിതാണ് മുസ്തഫാന്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫാന്റെ മദ്ഹല്ലാതെ വേറെ എന്ത് വിശേഷമാണ്? ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീത സദസ്സ് മുസ്തഫാന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്ന ശ്വാസം വരെ ഈ മദ്ഹ് പറയാൻ ഈ നാവിന് ശക്തി തരണേ അല്ലോ. മരിക്കുന്നവരെ ഈ പേന കൊണ്ട് അവിടുത്തെ മദ്ഹ് എഴുതാൻ ശക്തി തരണേ അല്ലോ. വിഷയങ്ങളൊക്കെ തലയിൽ നിന്ന് മാറ്റിവെച്ച് ഈ ഒറ്റ വിഷയത്തെ സ്വീകരിച്ചാലും ഇസ്സത്ത് തന്നെ അല്ലോ. തേരേ മേരേ ഖാക്ക് പർ, എന്റെ ഈ മൺകുടിലിലൂടെ അവർ തേരീ രഹ് ഗുസർ, ഒന്ന് കടന്നു പോകണേ മുസ്തഫ. അങ്ങനെ കടന്നു പോയാലോ സിദ്റത്തുൽ മുന്തഹ, ആ സിദ്റത്തുൽ മുന്തഹയിലൂടെ കടന്നു പോയതിന്റെ ഒരംശം എന്റെ മൺകുടിലും അനുഭവിക്കില്ലയോ നബിയേ? അതുകൊണ്ട് ആ ഉന്നതമായ അവസ്ഥ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആങ്കോ തെരീ ബാബേ ഹറം, ഖുശ്ബൂ തെരീ ജൂവേ ഹറം, ഹറമിന്റെ വാതിൽ പോലെ മുസ്തഫാന്റെ കണ്ണുകൾ. നൂറേ അസൽ തേരീ ജബീൻ, ആദ്യത്തെ പ്രകാശമേ അങ്ങയുടെ നെറ്റിത്തടം നബി.